സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. നിത്യമായ നാശത്തിൻ്റെ പാതയിൽ ദൈവത്തെ അറിയാതെ, ദൈവവചനം അറിയാതെ പൊക്കൊണ്ടിരുന്ന നമ്മളെ ജീവന്റെ പാതയിലേക്ക്, നിത്യജീവന്റെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. ഇന്നത്തെ ആഗോള സഭയിലെ വിശുദ്ധ കുർബാനയുള്ള വായനകൾ ജെറമ്യ 17 നമ്മളുടെ മനസ്സ്, മനുഷ്യന്റെ ഹൃദയം അല്ലെങ്കിൽ ആത്മാവ്, മനസ്സല്ല, എപ്പോഴും ശരീരം എപ്പോഴും തിന്മയിലേക്കാണ് ചാഞ്ഞിരിക്കുന്നത്. എല്ലാ ലോകത്തിൽ എവിടെ നോക്കിയാലും പ്രലോഭനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നരകത്തിന്റെ വഴി വിശാലമാണ്. കണ്ണുകൊണ്ട് പാപം ചെയ്യാൻ, ശരീരം കൊണ്ട് പാപം ചെയ്യാൻ തക്കവണ്ണമുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ലോകത്തിൽ സാത്താൻ കെണികൾ ഒരുക്കി വെച്ചിരുന്നു. കെണികളാണ്. നമ്മളത് അറിയാതെ പക്ഷിക്ക് കുരുക്കി വെച്ചിരിക്കുന്ന പോലെ മനുഷ്യൻ ഈ മോഹങ്ങളിൽപ്പെട്ട്, യാക്കോബ് പറഞ്ഞ പോലെ അവൻ മോഹങ്ങളിൽപ്പെട്ട് പാപത്തിന് അടിമയായി തീരുന്നു. അപ്പോൾ നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ആശയടക്കല്, മോഹങ്ങളെ അടക്കി ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടാൻ യേശു മരുഭൂമിയിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടത്. എല്ലാ സാത്താൻ കൊണ്ടുപോകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും ലോകമോഹങ്ങളെയും മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ വഴി, ദൈവവചനം പാലിച്ചുകൊണ്ട് 40 ദിവസം യേശു മരുഭൂമിയിലൂടെ ആ പരീക്ഷണം നേരിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെയായിട്ടുള്ള നമ്മൾ സാത്താനെ കാണുന്നില്ല, പക്ഷേ പല രീതിയിൽ പ്രലോഭനങ്ങളും ജഡമോഹങ്ങളും ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മളെ നരകത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ. സ്വാഭാവേന നമ്മുടെ ശരീരം എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്ന് ജെറമ്യ പറയുക. കർത്താവ് ജെറമ്യ 17:5 വചനം പറയുകയാണ്, കർത്താവ് അരുളിച്ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശപ്തൻ അല്ലെങ്കിൽ ശപിക്കപ്പെട്ടവൻ. ഈ ലോകത്തില് കരബലത്താല്, ശരീരബലത്താല്, സൈന്യബലത്താലൊക്കെയാണ് ജയം നേടുന്നത്. അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് കരുതി ജീവിക്കുന്ന അനേകർ ലോകത്തിലുണ്ട്. ശരീരത്തിന് സന്തോഷം, ശരീരത്തിന്റെ ബലം, അതിൽ ആശ്രയിച്ചുകൊണ്ട് കിടക്കുന്ന അനേകരുണ്ട്. അതിനും പറയാണ്, തീർച്ചയായിട്ടും നമുക്ക് ശരീരത്തിലുള്ള ജീവിതമുണ്ട്, അതേസമയം തന്നെ നമ്മുടെ മനസ്സ് അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ നമ്മൾ ആത്മാവിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മുടെ ജീവൻ നിത്യതയിൽ ആത്മാവിൽ എത്തേണ്ടതാണ്. ഇവിടം കൊണ്ട് കത്തിത്തീരേണ്ടതല്ല അല്ലേ. സ്പേസിലേക്ക് പോകുന്ന മൊഡ്യൂൾ അത് ചെറുതായിട്ട്, അത് താഴെയുള്ളതെല്ലാം കത്തിത്തീർന്നിട്ട് അത് അതിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഈ ശരീരമൊക്കെ കത്തിത്തീർന്ന് പൗലോസ് പറഞ്ഞതുപോലെ എന്നിലെ ബാഹ്യ മനുഷ്യൻ അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, റോക്കറ്റ് കത്തിത്തീരുന്ന പോലെ. എന്നാൽ എന്നിലെ ആന്തരിക മനുഷ്യൻ അനുദിനം ശക്തി പ്രാപിച്ച് സ്വർഗത്തിലേക്ക്, നിത്യതയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. പലായനം ഉയർന്നു സ്വർഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, നിത്യതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ മരുഭൂമിയിലെ ശരീരത്തിന്റെ ആഗ്രഹമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയണം. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, അവന് ഹൃദഭേദമുണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിന്റെ ഇലകളൊന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിച്ചാണ് എസെക്കിയേൽ 47 ദേവാലയത്തിന്റെ അടിയിൽ നിന്നും ഒഴുകുന്ന ജലത്തിന്റെ അരിയിൽ നിൽക്കുന്ന വൃക്ഷം, അത് അതിന്റെ ഇല എപ്പോഴും പച്ചയായിരുന്നു. എസെക്കിയേൽ പറഞ്ഞ പോലെ അതില് മാസം തോറും പുതിയ ഫലങ്ങൾ. ഇപ്പൊ നമ്മളുടെ ജീവിതം ഈ വചനമാകുന്ന ജീവജലത്തിന്റെ അരുവിയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ അത് എപ്പോഴും ആത്മാവിന്റെ ഫലം, മറ്റുള്ളവർക്ക് സമാധാനം, സന്തോഷം നൽകുന്ന ആത്മാവിന് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, എളിമ, വിശ്വസ്തത, ആത്മസംയമനം, ഇത് പരിശുദ്ധാത്മാവിന് മാത്രം തരാൻ പറ്റുന്ന ഫലങ്ങളാണ് അല്ലേ. നല്ല മരം, നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു. ചീത്ത വൃക്ഷത്തിന് ഒരിക്കലും നല്ല ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല.
ചീത്ത വൃക്ഷം എപ്പോഴും ചീത്ത ഫലങ്ങൾ തന്നെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ ഒന്ന് ബഡ് ചെയ്ത് വെച്ചു. നമ്മൾ ചീത്ത കാട്ടുമരമായിരുന്നു, ഒന്നിനും കൊള്ളാത്ത പഴമായിരുന്നു, ഒന്നിനും കൊള്ളാത്ത സ്വഭാവമായിരുന്നു നമ്മുടേത്. ഇന്ന് ക്രിസ്തു നമ്മുടെ ആത്മാവിലേക്ക് വന്നപ്പോൾ അവനുമായി നമ്മളെ ബഡ് ചെയ്ത് വെച്ചു. നമ്മുടെ വേര് മുറിച്ചു കളഞ്ഞു. അവന്റെ വേരിലേക്ക് നമ്മളെ, അല്ലേ, യോഹന്നാൻ 15 പറഞ്ഞ പോലെ അവൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നമ്മൾ ശാഖകളുമാണ്. നമ്മളെ മാമോദീസായിലൂടെ അവനിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമ്മളിൽ ഉണ്ടാകുന്ന നല്ല യേശുവിന്റെ ആത്മാവിന്റെ ഫലങ്ങളാണ്. നമ്മൾ അവനുമായി ഒന്നായിരിക്കുമ്പോഴാണ് നമുക്ക് ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാകുക, നല്ല ഫലങ്ങൾ, മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനമുണ്ടാകുന്ന ഫലങ്ങൾ. എന്നിട്ട് പറയാണ്, ഹൃദയം, നമ്മുടെ ആഗ്രഹങ്ങൾ, ഹൃദയം മറ്റെന്തിനേക്കാളും ദുഷിച്ചതാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. നമ്മുടെ ജീവിതം, അല്ലെ, ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ തനത് വിധി, അല്ലെ, പർട്ടിക്കുലർ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് തനത് വിധി. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണസമയത്ത് എങ്ങനെയാണ് നമ്മുടെ ഈ ലോകത്തിന്റെ കാഴ്ചപ്പാട്, മനോഭാവം? ക്രിസ്തുവുമായിട്ട് ഒന്നായിരുന്നെങ്കിൽ, ക്രിസ്തുവിന്റെ ചൈതന്യം നമ്മളിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ ഫലം, അവന്റെ രൂപം നമ്മളിലുള്ളത് കൊണ്ട് നമുക്ക് നിത്യതയിലേക്ക്, വിശുദ്ധരുടെ ഗണത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെ ജീവിതത്തിലെ ഈ ലോകത്തിന്റെ ജഡികമായ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്. എല്ലാ വഞ്ചനയും, വെറുപ്പും, വിദ്വേഷവും, ജഡമോഹങ്ങളുമാണ് നമ്മെ നയിച്ചിരുന്നതെങ്കിൽ നമ്മുടെ ആത്മാവിന് വിശുദ്ധീകരണം, അവസാനത്തെ ചില്ലിക്കാശ് വരെ കൊടുത്തു വിട്ടുവോളം കാരാഗ്രഹത്തിന് പുറത്തു വരികയില്ല എന്ന് ഈശോ പറഞ്ഞ മേഖല. ഇപ്പൊ നമ്മുടെ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്ന ആ മേഖല, അവിടുത്തെ അവസാനത്തെ ചില്ലിക്കാശ് വരെ കൊടുത്തു വിട്ടു. അവിടെ ഉഗ്രമായ പീഡനത്തിലൂടെ നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ട് പീഡനത്തിലൂടെ കടന്നു പോകും. ഓരോരുത്തർക്കും, ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ജെറമിയ 17:10 പറയാം. ഇതാണ് നമ്മൾ തനത് വിധി, അല്ലെങ്കിൽ പർട്ടിക്കുലർ ജഡ്ജ്മെന്റ്. ആത്മാവ് മരിച്ചങ്ങോട്ട് ചെല്ലുമ്പോഴേ ആത്മാവിന്റെ അപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഒന്നെങ്കിൽ നിത്യതയിലേക്ക് വിശുദ്ധിയാണെങ്കിൽ വിശുദ്ധരുടെ ഗണത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇനിയുള്ളൊരു വലിയൊരു മേഖലയാണ്. ഇതാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന. അപ്പോൾ ഈശോ നമ്മളെ ഇന്ന് സുവിശേഷത്തിൽ ഓർപ്പിക്കുന്നത് ലൂക്ക 16 ധനവാന്റെ ലാസറിന്റെ. പലപ്പോഴും നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്. ധനവാനും ലാസറും. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നത് കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. നമ്മൾ ഇതൊരു മേഖലയാണ്. അനേകർ ലോകത്തില് നമുക്കറിയാം, നമ്മൾ ഭക്ഷണം ഒക്കെ വേസ്റ്റ് ആക്കുകയാണ് പലപ്പോഴും. നമ്മളുടെ ക്ലോസറ്റിൽ എന്തുമാത്രം ഡ്രസ്സാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞു കേട്ടോ, നമ്മുടെയൊക്കെ. അപ്പം അത് വല്ലവർക്കൊക്കെ വാരി കൊടുക്കാനായിട്ട്, അല്ലേ, അമേരിക്കയിൽ അങ്ങനെ സംവിധാനം ഉണ്ടല്ലോ, നശിപ്പിക്കാതെ കൊടുക്കുന്നവരാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്നൊരു മേഖലയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മളിങ്ങനെ കൂട്ടി വെച്ച് ധനവാൻ തൻ്റെ സമ്പത്ത് ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചിരിക്കും. അതുകൊണ്ട് ആർത്തും ചുമ്മാ അത് വേസ്റ്റ് ആക്കുകയാണ് പണമൊക്കെ. ഏറ്റവും വില കൂടിയ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക, ഏറ്റവും വില കൂടിയ കാറിൽ സഞ്ചരിക്കുക, ഇതൊക്കെ ധൂർത്താണ്, ഇതൊക്കെ പാപമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? നമ്മളത് ചിന്തിക്കുന്നതിന് അത് കാശുള്ളതുകൊണ്ട് ആ കാശ് വല്ലവർക്കൊക്കെ കൊടുക്കാതിരുന്നെങ്കിൽ അവർ എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നല്ലേ. നമ്മുടെ ചുറ്റുപാട് എത്ര പേര് ആത്മഹത്യക്ക് വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നാട്ടിലെ കാര്യമാണ്, ഇവിടെയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇനിയുള്ളവരെ, ഇപ്പം നമ്മളുടെ ജീവിതത്തിലെ ഈ സമ്പത്ത് നമ്മളുടെ ജീവിതത്തെ ജഡികമായി നമ്മളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഈ ധനവാനതല്ലേ, ആ പാവപ്പെട്ട മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. ഈ ധനവാന്റെ മേശയിൽ നിന്ന് വരുന്ന വേസ്റ്റ് അതെങ്കിലും ഒന്ന് കഴിക്കും. പക്ഷെ അതുപോലും കൊടുത്തില്ല. അതായിരുന്നു ആ തനത് വിധിയുടെ സമയത്ത് നമുക്കറിയാം. എന്താ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ നായ്ക്കൾ വന്നവൻ്റെ വ്രണങ്ങൾ എത്രമാത്രം നായ്ക്കൾ വന്ന പാവപ്പെട്ട മനുഷ്യന്റെ വ്രണങ്ങൾ നാക്കിയിരുന്നു. ആശുപത്രി കൊണ്ടൊന്ന് അഡ്മിറ്റ് ചെയ്യാനൊന്നും തോന്നിയില്ല മനുഷ്യന്. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ തനത് വിധി അബ്രാഹത്തിന്റെ മടിയിലേക്കല്ലേ, അല്ലെങ്കിൽ പരദീസയുടെ ആനന്ദത്തിലേക്ക് ആ പാവപ്പെട്ട മനുഷ്യനെ വേദന അനുഭവിച്ച് ഈ ഭൂമിയിലെ കരഞ്ഞു കഴിഞ്ഞിരുന്ന മനുഷ്യനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക്
വേദന, കുരിശിൽ കിടന്ന് വേദന അനുഭവിച്ച ഈശോ അല്ലേ പറഞ്ഞില്ല, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. അപ്പൊ സഹനത്തിലൂടെ കടന്നു പോകുന്നവർ വിശുദ്ധിയിലേക്കും ജഡമോഹങ്ങളില് തൃപ്തിയിൽ കഴിയുന്നവര്, ഞാൻ പറയും അങ്ങനെയാണ് വചനം പറയുന്നത്, എല്ലാം ദുഷിച്ച മനസ്സുമുള്ളതാണെന്ന് ജെറമ്യ പറഞ്ഞതുപോലെ നമ്മളവിടെ പോകുന്നത് നമ്മൾ ഉഗ്രമായ പീഡനത്തിലേക്കായിരിക്കും, സനദിവിധിയിൽ മരണകരമായ അവസ്ഥയിലേക്കായിരിക്കും, അല്ലെ നരകതുല്യമായ നിത്യമായ മരണത്തിൽ പോകുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ വിധിക്കപ്പെടുക. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ആ ധനികനും മരിച്ചു, അടക്കപ്പെട്ടു, അല്ലേ? അത് വലിയൊരു എടുത്താണ്, അടക്കപ്പെട്ടു എന്ന്. എത്ര ഫേമസ് ആയിട്ടുള്ള അടക്കാൻ എത്രമാത്രം ആൾക്കാരെ വന്ന് പങ്കെടുത്തതല്ലേ, എന്തുമാത്രം വണ്ടികളായിരുന്നു ആ പ്രൊസഷനിൽ. നമ്മൾ പറയാറുണ്ട് അവൻ എന്തുമാത്രം ഒരു പള്ളി പോലെ ഒരു കല്ലറ ഉണ്ടാക്കിയിട്ടുണ്ട്. പള്ളി പോലെ തന്നെ, ആ കല്ലറ കണ്ടു കഴിഞ്ഞാൽ ഒരു പള്ളി പോലെയാണ്. അത്രയും വലുതായ കാശൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏനോ അവൻ ആ ധനികനും മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷെ ഈ ലാസർ മരിച്ചെന്ന് പറഞ്ഞല്ലോ, അവൻ അടക്കപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, വല്ല വചന പ്രൊഫഷനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നായ്ക്കള് വ്രണം നക്കിയിരുന്നത് ഒരു ജീവൻ ഉണ്ടായിരുന്നുകൊണ്ട് പട്ടിയെ ഓടിച്ചിരുന്നു. ഇപ്പോൾ ആ നായ്ക്കളെ വിഭവം ചത്തു കിടക്കുക. ആ നായ്ക്കൾ നമ്മുടെ നാട്ടിലൊക്കെ കേട്ടില്ല, ഇപ്പം തെരുവ് നായ്ക്കളൊക്കെ ആൾക്കാരെ തിന്നുന്നൊക്കെ. ഒരുപക്ഷെ ഈ പാവപ്പെട്ട മനുഷ്യന്റെ ശരീരം ഒന്നുമില്ലായിരുന്നത് നായ്ക്കൾ തിന്നുകളഞ്ഞത്, അടക്കാനായിട്ട് പോലും ഒന്നുമില്ലാതെ. എത്രമാത്രമായിരുന്നു ആ മനുഷ്യന്റെ സഹനം. അത് ഈ ധനവാൻ അടക്കപ്പെട്ടു നരകത്തിൽ പീഡിപ്പിക്കുന്നതാണ്. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. പലപ്പോഴും നമ്മൾ ഈ ശുദ്ധീകരണ സ്ഥലം, അതായത് തനത് വിധി, അതായത് നമ്മളെ നരകം എന്ന് പറയുമ്പോൾ അത് ഫൈനൽ ജഡ്ജ്മെന്റ് ആണ്. ഈശോ മത്തായി 25 ഇടത്ത് വശത്തുള്ള ഒരു നരകത്തിലേക്ക് പോകാനും വലത്തുവശത്തുള്ളവരോട് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനും പറയുന്നു. അപ്പോൾ ഈ തനത് വിധിയുടെ കാലത്ത് ഇപ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവില് പൂർണ്ണമായ നിത്യമായ നരകത്തിലേക്ക് പോകുന്നവരെ നരകതുല്യമായ, പക്ഷെ അവിടെ പ്രത്യാശയുടെ സ്ഥലമാണെന്നാണ് ശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്നത്. അവിടെ അബ്രാഹത്തെ കണ്ട് നരകത്തിൽ പോയാൽ പിന്നെ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വിശുദ്ധരുടെ ഗുണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ അബ്രാഹത്തെ ലാസറിനെയും കാണുന്നുണ്ട് ഇവിടെ. അപ്പൊ ഒരു ശുദ്ധീകരണ സ്ഥലത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്കായിരിക്കാം, വളരെ ദൂരെ. നമ്മുടെ സംഗീതത്തിന് മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ മരിച്ചവർക്കുള്ള ഒപ്പീസിലൊക്കെ എപ്പോഴും ചൊല്ലുന്ന സംഗീതത്തിന് 130, കർത്താവേ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. അഗാധത്തിൽ ഒരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാവിന്റെ പ്രാർത്ഥന നമ്മളുടെ സ്വരത്തിൽ, കർത്താവേ ഞാൻ വളരെ ദൂരെയാണ് നിന്റെ സന്നിധിയിൽ നിന്നും, നീ എന്നോട് കരുണയായിരിക്കണമേ എന്നൊക്കെ പറയുന്ന സംഗീതം 130. അപ്പൊ ഈ ധനവാൻ വളരെ ദൂരെയാണ് കിടക്കുന്നത്, ഈ ലോകത്തിൽ ജീവിച്ചത് അങ്ങനെ ആയതുകൊണ്ട്. നമുക്കറിയാം, അവിടെ പിതാവായ അബ്രാഹാമേ എന്നിൽ കനിയണമേ. നോക്കി, ഈ മരിച്ചു കഴിയുമ്പോൾ പിന്നെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ആ ആത്മാവിനെ ദൈവികമായിട്ടാണ് ചിന്തിക്കുന്നത്. പിന്നെ ലോകത്തിന്റെ ഒരു മോഹവും ഇല്ല, പിന്നെ ശരീരം ഇല്ലല്ലോ. മരിച്ചു കഴിയുമ്പോൾ ശരീരം അല്ലെ, മരിച്ചുവൻ പിന്നെ പാപം ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഈ ശരീരത്തിലാണ് സകല മനസ്സ് ശരീരം കൂടി സകല പാപങ്ങൾ നമ്മെ കൊണ്ട് ചെയ്യിക്കും. മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശരീരം പോയി, ആത്മാവ് സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ ആത്മാവ് ആഗ്രഹിക്കുകയാണ് ദൈവത്തെ ഒന്ന് പ്രാപിക്കാനായിട്ട്. ഈ ആത്മാവിന്റെ, ഞാൻ പറയും ഏറ്റവും കൂടുതൽ മാനസാന്തരമുള്ളത് ഈ മരിച്ചുപോയ ശുദ്ധീകരണ ആത്മാക്കൾക്കാണ്. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ അനേക ആത്മാക്കൾ എന്ന് അനുതാപത്തോടെ ഇതുപോലെ നിലവിളിച്ച് കരയുന്നുണ്ട്. നോക്കണം, ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ ലാസറിനെ കണ്ട അറപ്പോടെ വെറുപ്പോടെ കാർക്കിച്ചു തുപ്പിക്കൊണ്ട് കടന്നു പോകും. കാരണം ഇവൻ കുഷ്ഠരോഗി, ഇവൻ ദേഹം മുഴുവൻ വ്രണങ്ങളായിരുന്നല്ലോ ഈ ലാസറിന്. ഇപ്പൊ നോക്കി ആത്മാവായി മാറിക്കഴിഞ്ഞപ്പോൾ ആ ധനവാന്റെ സ്വഭാവം നോക്കണം, എന്താ പറയുന്നത്? പിതാവായ അബ്രാഹാമേ എന്നിൽ കനിയണമേ, തന്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഈ ഭൂമിയിലായപ്പോ ശരീരത്തായപ്പോ ലാസറിനെ അങ്ങേറ്റം വെറുത്തു. നമ്മൾ ഈ ഭൂമിയിൽ എത്ര പേരെ വെറുക്കുന്നുണ്ട് ഇപ്പോൾ അല്ലേ? ഇന്ന് നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മാവ് എന്ന് പറയും, എൻ്റെ ദൈവമേ, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടാണ് മരിച്ചിങ്ങോട്ട് പോകുന്നത്, ഞാൻ അവരോട് വെറുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഈ നരകതുല്യമായ വേദന അനുഭവിക്കുന്നത്, അവരോട് ക്ഷമിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ അവിടെ വരത്തില്ല. ഇപ്പോഴെങ്കിലും അവർക്ക് എന്നോട് കരുണ തോന്നി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്നോട് കരുണ കാണിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് കൊടുക്കണമേ എന്ന് മരിച്ചുപോയ നമുക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ
അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മൾ അവർ മരിച്ചവരായിരിക്കും. ഇപ്പോൾ ലാസർ സംഭവത്തിൽ ധനവാൻ രണ്ടുപേരും മരിച്ചവരാണ്. അപ്പോൾ ഈ ധനവാന്റെ സ്വഭാവം പറഞ്ഞു നോക്കി എന്താ, ഈ പണ്ട് ഇവന്റെ കൈ കുഷ്ഠമായിരുന്നു, അവന് ശരീരത്തെ വെറുപ്പോട്. ഇപ്പൊ ആ കൈവിരൽ തുമ്പില് വെള്ളം തൊട്ട് എന്തൊക്കെ എടുത്തു പറയാണ് ആ വചനം. കാരണം എന്താ, അത്രമാത്രം ഞാൻ വെറുത്തിരുന്നാണ് അവന്റെ ശരീരം. ആ കൈവിരൽ തുമ്പ് കൊണ്ട് വെള്ളം തൊട്ട് എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാൻ അവനെ ഒന്ന് അയക്കണമേ എന്ന്. എത്ര അനുതാപമാണ് ഇപ്പോൾ ഈ മരിച്ചുപോയ ആത്മാക്കൾക്കൊക്കെ. ഇതുപോലെ ദൈവത്തെ തേടുന്ന ആത്മാവാണ്. സങ്കീർത്തനം 42 ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമേ അങ്ങേക്കായ എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നുവെന്നും. ഒരാത്മാവ് എപ്പോഴും നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ആത്മാവിനെ അറിയാത്ത നമ്മുടെ ജഡത്തിന്റെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ പോകുമ്പോൾ ജെറമ്യ 17 പറഞ്ഞതുപോലെ ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതൊരു അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. അവിടെയും ഈ ധനവാനെ മകനെ എന്നാണ് ദൈവം വിളിച്ചത്. അബ്രാഹത്തിന്റെ വാക്കുകൾ നിർമ്മം ദൈവത്തിന്റെ കാഴ്ചപ്പാടാണ്. മകനെ എന്നാണ് അവിടെ ചെയ്യുന്നത്. നാശത്തിന് അവിടെയും ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ് മരിച്ച ആത്മാക്കളോട്, അല്ലെ? നമ്മൾ ഈശോ പറഞ്ഞില്ലേ, അവിടുന്ന് മരിച്ചവരുടെ അല്ല, അവിടുന്ന് ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. ലൂക്ക 20 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിച്ചിരിക്കുന്ന, അവിടുത്തേക്ക് എല്ലാവരും ജീവിച്ചിരിക്കുന്നവരാണ്. ഭൂമിയിൽ നമ്മള് ദൈവമേ എന്ന് വിളിക്കുന്നവർ അതിനേക്കാളും മെച്ചമായിട്ടാണ് മരിച്ചുപോയ ആത്മാക്കൾ ദൈവസന്നിധിയിൽ ഈ അബ്രാഹത്തിന്റെ അല്ലെ ഈ ധനവാൻ, മരിച്ചുപോയ ധനവാൻ ദൈവമേ എന്ന് വിളിക്കുകയാണ്. ദൈവസന്നിധിയിൽ ആത്മാവ് ജീവിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ മരിച്ചുപോയവരുടെയൊക്കെ നമ്മൾ പറയാൻ പോയില്ല, പോയിട്ടൊന്നുമില്ല. ചിലരൊക്കെ പറയാം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ തീർന്ന കാര്യങ്ങളില്ല, തീരാൻ പോകുന്നില്ല, തീരത്തില്ല. അങ്ങനെ തീരുന്നതല്ല. നമുക്ക് ഒരു ശരീരം മാത്രമായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്താൽ എല്ലാം തീരും. പക്ഷെ മനുഷ്യന് ആത്മാവുള്ളത് കൊണ്ട് ഏത് മനുഷ്യന്റെയും ആത്മാവ് ഇവിടുന്ന് കടന്നു ചെല്ലുമ്പോൾ വീണ്ടും ദൈവത്തിനു വേണ്ടി നിലവിളിക്കുന്ന ഒരാത്മാവായിട്ട് മാറും. നിലവിളിച്ച് കരയുന്ന ഒരു ആത്മാവായിട്ട് മാറും. ഇവിടെ ഉണ്ടായതിനേക്കാളും കൂടുതൽ കഷ്ടതയാണ് അവിടെ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ശരിക്കും ഒരുങ്ങിയല്ല പോയതെങ്കിൽ വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും നിരാശയും കുറ്റബോധവും ഒക്കെ ആയിട്ടാണ് ചിലപ്പോൾ മരിച്ച ആത്മാവ്. നമ്മളതുകൊണ്ടാണ് പറയുള്ളവരെ ഈ ഭൂമിയിലെ ദൈവത്തെ അറിയണമെന്ന് നമ്മൾ പറയും. നന്മയും തിന്മയും ഞാൻ നിന്റെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ എന്നാണ്. അപ്പോൾ ഈ അബ്രാഹാം പിതാവിനോട് യാചിക്കണം ലാസറിനെ. എന്താണ് അവിടെ ഒരു കാര്യമാണ് പറയുന്നത്, ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ്, കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ രണ്ട് അല്ലെ പറുദീസായ്ക്കും ഈ ശുദ്ധീകരണ സ്ഥലത്തിനും ഇടയിൽ വലിയൊരു ഗർത്തമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ ആർക്കും ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കത് സാധിക്കുകയില്ല. എന്നിട്ടും ഈ ധനവാന്റെ മനസ്സ് നോക്കണം. എന്താ പറഞ്ഞത്, എൻ്റെ കുറേ സഹോദരങ്ങൾ ഭൂമിയിൽ എന്നെ പോലെ അടിച്ചു പൊളിച്ച് എല്ലാ ജഡിക പാപങ്ങളും ചെയ്ത് ജീവിക്കുകയാണ്. സമ്പത്തും വാശിയും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പൊക്കെ ആയിട്ട് അങ്ങനെ കഴിയണം. അധികാരമുള്ളതുകൊണ്ട് എന്തും ചെയ്യാം, ആരെയും ഉപദ്രവിക്കാം, ആരെയും വഞ്ചിക്കാം എന്ന് കരുതി ജീവിക്കുന്ന കുറേ എന്റെ പിതാവെ, അങ്ങനെയാണെങ്കിൽ ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ. മരിച്ചുപോയ നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ ആത്മാക്കൾ എന്താ പറയുന്നത്? നമ്മുടെ ഈ കുടുംബത്തിലുള്ള നമ്മൾ ഭൂമി ജീവിക്കുന്നവരും അവിടെ വന്നുപെടാൻ സാധ്യതയുണ്ട്. നിത്യമായ നരകതുല്യമായ പീഡയിലേക്ക് നമ്മുടെ ആത്മാവ് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ലാസറിനെ ഒരു അടയാളമായിട്ട്, ഇത് പറയാനായിട്ട്, ഈ ഒരു വാണിങ്ങിനായിട്ട് ഈ ലാസറിനെ എൻ്റെ കുടുംബത്തിലേക്ക് നീ ഒന്ന് അയക്കണമേ. എന്തിനാത്? എൻ്റെ 5 സഹോദരങ്ങളുണ്ട്, അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, ഈ ഭൂമിയിൽ ഞാൻ പറയുന്ന തിരുസഭയോ വചനപ്രഘോഷനോ വിശുദ്ധ കുർബാനയോ ഒക്കെ ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ, ദൈവവചനം പാലിക്കട്ടെ. അത് മതിയല്ലോ എന്നാണ് അബ്രഹാം പറഞ്ഞത്. ധാരാളം മതി അത് പാലിക്കുകയാണെങ്കിൽ. അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ ദൈവമേ, അങ്ങനെയല്ല, മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. അബ്രഹാമിനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ
വളരെ കഠിനമായി. കാരണം ഇന്ന് മരിച്ചവരിൽ ഒരുവൻ ഉയർത്തു വന്നാണ് തിരുസഭ സ്ഥാപിച്ചിരിക്കുന്നത്. മരിച്ചവനായ യേശു ക്രിസ്തു ഉയർത്തു വന്നുകൊണ്ടാണ് നമ്മളോട് തിരുസഭ സ്ഥാപിച്ച് അപ്പസ്തോലന്മാരെ അയച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ ധനവാന്റെ ആഗ്രഹം സാധിച്ചു. നമുക്ക് ദൈവം യേശു ക്രിസ്തു മരിച്ചവൻ ഉയർത്തു വന്നുകൊണ്ട് നമുക്ക് വേണ്ടി സാക്ഷ്യം നൽകിയതാണ്. അപ്പൊ നമ്മുടെ ജീവിതം അത് മാത്രമല്ല, ഞാൻ പറയും നമ്മളുടെ ഭൂമി സഭ ഈ പറഞ്ഞ ഒരു മേഖലയിൽ, അതായത് പണ്ട് അവിടെ അബ്രാഹത്തിന്റെ സമയത്ത് പറയുന്ന സമയത്ത് യേശു ക്രിസ്തു കുരിശിൽ മരിക്കുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ്. യേശു പറഞ്ഞ സംഭവമാണ്. യേശു കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തടിപ്പാലം, കുരിശ് കൊണ്ടൊരു പാലം അങ്ങോട്ടിട്ടു. ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും വിശുദ്ധരുടെ ഗണത്തിലേക്ക് പ്രവേശിക്കാനായിട്ടൊരു പാലം സ്ഥാപിച്ചു. യേശുവിന്റെ കുരിശ് നമ്മളത് അറിയണം. അതുകൊണ്ടാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് പറയുന്നത്. ആരും മറ്റോ ഒരുവൻ രക്ഷയില്ല. ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്കായി യേശുവാകുന്ന പാലത്തിലൂടെ മാത്രമേ നമുക്ക് വിശുദ്ധിയിലേക്ക്, നിത്യതയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് റോമർ 8 ഇങ്ങനെ പറയുന്നത്, 2 യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് ആണ്. ആ നിയമം അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ പറ്റില്ല എന്ന്. നിയമത്തിന്റെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യരായി തീർന്നതുകൊണ്ടാണ്. നമ്മുടെ ശരീരം, നമ്മുടെ ജഡം മുഴുവനും പാപകരമായിരുന്നു. അപ്പൊ നമ്മുടെ പാപത്തിന്റെ രൂപമാണ് നമ്മുടെ ശരീരം. യേശുവിന്റെ ശരീരം എടുക്കേണ്ടി വന്നത് നമ്മുടെ പാപത്തിന്റെ രൂപം ധരിച്ചപ്പോഴാണ്. അവൻ നമുക്ക് വേണ്ടി പാപമായെന്നാണ് പൗലോസ്, അവൻ നമുക്ക് വേണ്ടി ശാപമായി എന്നാണ്. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിന് ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന് അനുശാസനം സഫലമാണ്. ഇച്ചിരി കട്ടിയാണ് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, യേശു ക്രിസ്തു എന്ന ആ പാലത്തിലൂടെയാണ് നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാം അവനെ ഹൃദയത്തിൽ സ്വന്തമാക്കിയാൽ, നമുക്ക് നിത്യതയിലേക്ക്, ഈ ഭൂമിയിൽ വെച്ച് തന്നെ യേശു നമ്മുടെ ആത്മാവിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ശുദ്ധീകരണ സ്ഥലത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. പലരും എന്ന് പറഞ്ഞാൽ എത്ര നല്ലതായിട്ട് ജീവിച്ചാലും ശുദ്ധീകരണത്തിൽ പോയേ പറ്റൂ എന്നൊക്കെ പലരും ഇല്ല. യേശു ക്രിസ്തു നേരെ പർദീസയിലേക്ക് പോലെ. യേശു ക്രിസ്തുവിന്റെ ആത്മാവാണ് എൻ്റെ ഉള്ളിലുള്ളതെങ്കിൽ നേരെ പർദീസയിലേക്ക് പോകാനായിട്ട് എനിക്ക് സാധിക്കും. ഇത് വലിയൊരു മേഖലയാണ് അല്ലെ. ഇന്ന് സുവിശേഷ ഈശോ ഓർപ്പിച്ചതുപോലെ നമ്മൾ ആ തീനരകത്തിൽ പീഡിപ്പിക്കപ്പെടേണ്ടതല്ല, അവനിലൂടെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുദപിച്ചുകൊണ്ട്, ഈ നോമ്പുകാലത്താണ് നമ്മൾ അനുതാപത്തോടെ വിളിച്ചു പറയുകയാണ്. അനുതാപത്തോടെ നമ്മളോട് മാനസാന്തരത്തിന്റെ വഴിയിലേക്ക് വരുവാനായിട്ട് ആഹ്വാനം ചെയ്യണം. ഇന്ന് ആഗോള സഭയിൽ വചനം നമ്മൾ കേട്ടു. ഇന്ന് ഷിക്കാഗോയിൽ നിന്നും, ഇല്ലിനോയ് സ്റ്റേറ്റിന് വേണ്ടി എന്ന ഷിക്കാഗോയിൽ നിന്നും മേരി ജേക്ക് പണയപ്പറമ്പിൽ പ്രാർത്ഥന നയിച്ചപ്പോൾ സങ്കീർത്തനം 86 പ്രത്യേകിച്ചും 11 തൊട്ടുള്ള വചനങ്ങളാണ് എൻ്റെ ചിന്തയിലേക്ക് വന്നത്. കർത്താവേ ഞാൻ അങ്ങയുടെ, സങ്കീർത്തനം 86:11, കർത്താവേ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ഹൃദയവും മനസ്സും ചിന്തകളും ശരീരവും എപ്പോഴും പാപത്തിലേക്ക് ആഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ, അത് നമ്മൾ ചിന്തിച്ചു, എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. നമ്മളോട് മേരി ഓർപ്പിച്ചു. നമ്മുടെ എന്തെല്ലാം ആകുലതകളും എന്തെല്ലാം നമ്മുടെ മനസ്സിന് ഏകാഗ്രതയില്ല. പള്ളി പ്രാർത്ഥിക്കാൻ നിന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു കുർബാനയ്ക്ക് പോയാൽ, നമ്മൾ കൊന്തയില്ല, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കാൻ, യേശുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കാൻ പോലും നമുക്ക് പറ്റാതെ നമ്മുടെ മനസ്സും ഏകാഗ്രത, എന്തെല്ലാം ജപമാലക്കിടയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വലിച്ചു കയറ്റിക്കൊണ്ടുവരുന്നത്. നമ്മുടെ മനസ്സ് അസ്വസ്ഥമായതാണ്. നമ്മുടെ ഇല്ലേ, മാർത്ത നീ മറ്റു പലതിനെ കുറിച്ചും വ്യഗ്രചിത്തയാണ്. മറിയം ഒറ്റക്കാര്യം തരുന്നത് ഭവനത്തിന് വലിയ ആവശ്യമൊക്കെ ഉണ്ട്. പക്ഷെ അവള് കർത്താവിൻ്റെ പാദങ്ങളിലിരുന്ന് വചനം ശ്രവിക്കുക, അതിനൊന്നാം സ്ഥാനം കൊടുത്ത് ഏകാഗ്രമാക്കിക്കൊണ്ട്. നമ്മളിന്ന് പല കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശുദ്ധ കുർബാനയൊക്കെയും ഏകാഗ്രമായിട്ടല്ല, നമ്മൾ ആകുലചിത്തരായിട്ടാണ് പല കാര്യങ്ങളും അല്ലേ പറയുന്നൊക്കെ. മനുഷ്യരായതുകൊണ്ട് എങ്ങനെയല്ല അല്ലേ, മക്കളുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, ഭാര്യയുടെ കാര്യം, ജോലിയുടെ കാര്യം, ആരോഗ്യത്തിന്, ഇതൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് അവിടെയാണ് നമ്മൾ യേശു ക്രിസ്തുവിനെ അറിയേണ്ടത്. അവനിതിനെല്ലാം കാൽവരിയിൽ 2000 വർഷം മുമ്പ് ഇത് പരിഹരിച്ചതാണ് എന്നുള്ളൊരു അറിവ്, അതാണ് വിശ്വാസം.
ആ ഒരു ബോധ്യമുള്ളപ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തെ അവനിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് റോമർ 8:1 പറയുന്നുണ്ട്. ഇപ്പോൾ യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തുവാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാനിപ്പോൾ കടന്നു പോകുന്ന ഈ പാപം വഴി ഞാനിപ്പോൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയുള്ളത്, അത് ജയിൽ ശിക്ഷയായിരിക്കും, എന്തുവാകട്ടെ, നരകതുല്യം, അത് യേശു ഏറ്റെടുത്താണ് എനിക്ക് വേണ്ടി. അവൻ എന്നെ ജാമ്യത്തിൽ ഇറക്കിയതാണ്. യേശുവിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് പിശാചിനെ എന്നെ ഉപദ്രവിക്കാൻ പറ്റില്ല. യേശുവിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുകൊണ്ട് ഈ ലോകത്തിൽ ആർക്കും എൻ്റെ പാപത്തിന് ശിക്ഷ എന്നെ വരുത്താൻ പറ്റില്ല. കാരണം എന്താ? അനുതാപത്തിലൂടെ എൻ്റെ പാപങ്ങളെ ഞാൻ അവനിലേക്ക് സമർപ്പിച്ചതുപോലെ അവൻ അതിനു വേണ്ടി പരിഹാരം ചെയ്തത് കൊണ്ട്, അവനുടെ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചത് കൊണ്ട് എനിക്ക് ആ ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തുവിലായിരിക്കുന്നവന് ശിക്ഷാവിധിയില്ല. റോമർ 8:1. നമ്മളിത് അറിയണം. ഇതറിയാത്തതുകൊണ്ടാണ് നമ്മൾ ആകപ്പാടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആകപ്പാടെ എപ്പോഴും വ്യഗ്രതയാണ്, ജീവിത വ്യഗ്രതയാണ്. മാർത്ത നീ പലതിനെക്കുറിച്ചും വ്യഗ്രചിത്തയായിരിക്കും. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, യേശു നമുക്ക് വേണ്ടി എല്ലാം പൂർത്തിയാക്കുന്നുള്ള അറിവ്, ഒരു ബോധ്യം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകാഗ്രത ഉണ്ടായിരിക്കും. അങ്ങയുടെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ ഞാൻ എന്നും മഹത്വപ്പെടുത്തും. എന്നോട് അങ്ങ് കാണിക്കുന്ന കാരുണ്യം വലുതാണ്. പാതാളത്തിന്റെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു. ഈ നനവാൻ പോയ പോലെ അഗാധങ്ങളിലേക്ക് പോകാതെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഞാൻ ദൈവത്തോട് ചേർന്ന്, അവന്റെ ആത്മാവിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് എന്നെ അവൻ പർദീസായിലേക്ക്, ലാസർ കടന്നു പോയില്ല, അബ്രാഹത്തിന്റെ മടിയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ വെച്ച് അവിടുത്തെ വഴി എനിക്ക് കാണിച്ചു തന്നു. പാതാളത്തിന്റെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു. യേശു ക്രിസ്തുവിലൂടെ നിറവേറിയതാണ്. നമുക്ക് ശരിക്കും മനസ്സിലാക്കണം. ഇത് പറയുള്ളൂ നമ്മൾ നല്ല ബോധിച്ചും ആദ്യം ഇത് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണ്ട. പൂർണ്ണമായിട്ട് അറിവിലേക്ക് നമ്മൾ വരണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നുള്ള കാര്യങ്ങളെ ഒന്ന് മാറ്റി മറിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. പൗലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ക്രിസ്തുവിലുള്ള നവജീവിതം എന്ന് പറയും. ഈ നോമ്പ് കാലത്ത് എഫേസ്യസ് 4:17 പറയുന്നുണ്ട് ഇങ്ങനെ: നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച് അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സും മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകി. പക്ഷെ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട ഇതെല്ലാം കാര്യങ്ങൾ ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നല്ലേ. പണ്ട് സംഭവിച്ച കാര്യങ്ങൾ ഇന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഓർത്ത് നോക്കി, നമ്മുടെ വീട്ടിലെ വഴക്കിന് കാരണം എന്താ? പലതും പറഞ്ഞാൽ അതെല്ലാം മനസ്സ് വെച്ചുകൊണ്ടൊക്കെ പണ്ടല്ല, അല്ലെ കുടുംബത്തിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകൾ, ദൈവത്തെ അറിയുമ്പോൾ സത്യം യേശു ക്രിസ്തുവാണ്. നമ്മൾ പറഞ്ഞു കേട്ടതുപോലെ സത്യം അവനിലായിരിക്കുന്നത് കൊണ്ട് നമ്മൾ അവനിലേക്ക് വരുമ്പോഴാണ് നമുക്കെല്ലാം വെളിപ്പെട്ട് കിട്ടുക. ഇന്ന് പലതും തെറ്റിദ്ധാരണ കൊണ്ട് നമ്മുടെ ലോകത്തിന്റെ കാഴ്ചപ്പാട് വെച്ച് എത്ര നിസ്സാര കാര്യങ്ങളാണ്. നമ്മൾ ചിലതൊക്കെ പറഞ്ഞാൽ ഉള്ളി പൊളിക്കുന്നവരുള്ളെന്ന് പറയും. പൊളിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, തുറന്നു നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്മുടെ ഇന്ന് എത്രയോ വാശിയും വൈരാഗ്യവും നമ്മുടെ ഓർത്ത് ഹൃദയത്തിലേക്ക് ഒന്ന് കടക്കുകയാണെങ്കിൽ എത്രയോ കാര്യങ്ങളാണ് ജെറമ്യാ 17 പറഞ്ഞത്. എല്ലാ ആസക്തികളും വഞ്ചനകളും ലോകം നൽകിയ ചില കാഴ്ചപ്പാടൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അനേകരെ വെറുക്കുകയാണ്. നമ്മൾ തന്നെ നരകത്തിലേക്ക് പോകാനുള്ള വഴിയിൽ പോവുകയാണ്. സാത്താന് വലിയ വഞ്ചനയാണത്. അതാണ് പറഞ്ഞത്, പഴയ വഞ്ചന നിറഞ്ഞ കലുഷിതമായ പഴയ മനുഷ്യരെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. മനസ്സിന്റെ നവീകരണം, യേശു ക്രിസ്തുവിന്റെ മനസ്സ് ഉണ്ടാകട്ടെ എന്നാണ്. ആണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്, നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. ദൈവവചനമനുസരിച്ചാണ് ദൈവം വിധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവവചനവുമായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും താതാത്മ്യപ്പെടാനായിട്ട് മനസ്സിന്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. താഴോട്ട് വായിക്കുമ്പോൾ ഉള്ളിൽ കോപം വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. കോപിക്കുക എന്ന പാപം ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു മേഖലയുടെ എഫേസ്യസ് 4:26 പ്രിയമുള്ളവരെ. അപ്പൊ നമ്മളുടെ ജീവിതം ഇന്ന് പത്രോസ്ലീഹ നമ്മളോട് പറയുന്നൊരു കാര്യങ്ങൾ പറഞ്ഞാൽ നിർത്തുകയാണ്. പത്രോസ്ലീഹ ഈ യേശു നമ്മൾ ഈ പാലം പണിത് സംഭവം ഉണ്ടല്ലോ, പാലം പണിത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ കരുണയുടെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ നമ്മൾ അത് ഏറ്റു പറഞ്ഞതല്ലേ. നമുക്ക് വിശ്വാസമുണ്ട്. അത്
പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി, അല്ലേ? ഈ ധനവാൻ കിടക്കുന്ന സ്ഥലത്തേക്കാണ്, പീഡനകളുടെ സ്ഥലത്തേക്കാണ്. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി. ഈ ധനവാൻ കിടക്കുന്നിടത്തേക്ക് പിന്നീട് യേശു, അല്ലെ, നമ്മുടെ യൂദാസൊക്കെ ആത്മഹത്യ ചെയ്ത് ഇറങ്ങിപ്പോയ സ്ഥലത്തേക്കൊക്കെ യേശു ഇറങ്ങിച്ചെന്നു. നമ്മൾ ഈ മകനെ എന്നാണ് അന്ന് വിളിച്ചത് ദൈവം, അങ്ങോട്ട് ഇറങ്ങിച്ചത്. കാരണം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ അങ്ങോട്ട് അയച്ചു. എന്നിട്ടെന്താ അവിടെ പറയുന്നത്? നമ്മുടെ സംഗീതത്തിന് 56 വായിക്കുന്നുണ്ടല്ലോ, അല്ലേ? സംഗീതത്തിന് 68 അവന് ആത്മാവോടുകൂടി ചെന്ന് അവിടെ സംഗീതനം 68:17 1000 രഥവ്യൂഹങ്ങളോടെ കർത്താവ് സീനായിൽ നിന്ന് തന്റെ വിശുദ്ധത്തേക്ക് വന്നു. അവിടുന്ന് സംഗീതനം 68:18 അവിടുന്ന് ഉന്നതമായ ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചുകൊണ്ട് ആരോഹണം ചെയ്തു. യേശു മരിച്ചു ഉയർത്തപ്പോൾ അന്ന് അനേകം പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് കയറിയപ്പോൾ ഒറ്റയ്ക്കല്ല, നരകം ശൂന്യമാക്കിക്കൊണ്ടാണ് യേശു. അല്ലെങ്കിൽ നരകതുല്യ പാതാളം എന്ന് പറഞ്ഞിരുന്നത്. കാരണം നരകം വരാനുള്ളത് ഞാൻ പറഞ്ഞു. സാത്താന്റെ ബന്ധനത്തിൽ പാപം മൂലം കിടന്നിരുന്ന എല്ലാ ആത്മാക്കളെയും മോചിപ്പിച്ചുകൊണ്ടാണ് യേശു അവിടുന്ന് കയറിപ്പോകുന്നത്. അല്ലെ, പത്രോസ്ലിയ പറയുന്നത് ഇങ്ങനെയാണ്. പത്രോസ് 3:18 അവൻ ആത്മാവോടുകൂടെ ചെന്ന് ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരാകട്ടെ അനുസരണക്കേട്, നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. 1 പത്രോസ് 3:18. അപ്പൊ യേശു അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് മരിച്ചുപോയ, ഞാൻ പറയും, അന്ന് നോഹയുടെ കാലത്ത് 8 പേർ രക്ഷപ്പെട്ടു, പക്ഷെ ബാക്കി എല്ലാവരും പോയില്ലേ? ആ പോയവരെല്ലാം ഇടയിലേക്ക് യേശു കുരിശിൽ മരിച്ച് പാതാളത്തിറങ്ങിയപ്പോൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ അനേകരെ കർത്താവ് വചനം പ്രസംഗിച്ചു. കർത്താവിന്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് അതാണ് സംഗീതം 68 പറഞ്ഞ് അവൻ അസംഖ്യം തടവുകാരിയുമായിട്ട് അവിടെ നിന്ന് കയറി വന്നത്. ഇനി വെളിപാട് പറയുന്നത് എന്താണെന്നറിയാവോ? അത് പൂട്ടിയിട്ടാ വന്നേ. നമ്മൾ വീട് പൂട്ടിയിട്ട് ഇറങ്ങുന്ന പോലെയാണ്. നരകത്തെ പൂട്ടിയിട്ടാണ് യേശു ഇറങ്ങിയത്. നമ്മൾ പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കയ്യിലാണ് ഇപ്പോൾ താക്കോലിരിക്കുന്നത് നരകത്തിന്റെ. അവൻ അന്ത്യവിധിയിൽ സാത്താൻ ഇപ്പോൾ അവിടുത്തെ ഭരണമൊന്നുമില്ല. അതൊക്കെ യേശു അധികാരം, കാൽവരി യേശു വിജയിച്ചപ്പോൾ സാത്താനെ പരാജയപ്പെടുത്തി. അപ്പൊ വെളിപാട് 1-ാമത്തെ അധ്യായം, അല്ലെ, യോഹന്നാന് ദർശനത്തിൽ പാത്മോസ് ഐലൻഡിൽ വെച്ച് ദർശനത്തിലുണ്ടായ കാര്യം പറയുകയാണ്. യേശു പറഞ്ഞ കാര്യമാണ്. വെളിപാട് 1-ാമത്തെ അധ്യായം 17 പറയാണ്, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും ജീവിക്കുന്നവനും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എന്റെ കയ്യിലുണ്ട്. ആരുടെ കയ്യിലാണ്? നരകത്തിന് യേശുവിന്റെ കയ്യിലാണ്. അവിടുന്ന് അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റില്ല, അവിടുന്ന് തുറന്ന് ആരും അടയ്ക്കത്തില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് അവനെ സ്വന്തമാക്കാം. ഈ ഭൂമിയിൽ ദൈവം തന്ന കാര്യങ്ങളൊക്കെ ആസ്വദിക്കാം, അതേസമയം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. ഞാൻ ദരിദ്രനായിരുന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ വിശക്കുന്നു, നീ എന്നെ ഭക്ഷണം തന്നു. അല്ലെ, ഞാൻ എന്തെല്ലാമാണ് ഈശോ പറഞ്ഞത് അന്ത്യവിധി നാളിൽ. അത് നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ഒരുങ്ങാം. കർത്താവിൻ്റെ കയ്യിലാണ് എല്ലാ താക്കോലുള്ളത്. അവനെ അനുസരിക്കാം, അവൻ്റെ വാക്കനുസരിക്കാം. വേറെ ആരുടെയും കയ്യിലില്ല. ഈ നരകത്തിന്റെയും മരണത്തിന്റെയും സൗഖ്യത്തിന്റെയും ഒക്കെ താക്കോലുകൾ ഇരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ കയ്യിലാണ്. അവൻ ഇന്ന് ഈ ഭൂമിയിൽ വിശുദ്ധ കുർബാനയായി ജീവിക്കുന്നവനാണ്. നമുക്ക് അവന്റെ അരികിലേക്ക് വരാം. അവൻ നമ്മുടെ ആത്മാവിൽ ഉണ്ടെങ്കിൽ അവൻ നമ്മളെ തുറന്ന് കയറ്റിവിടും. അവൻ നമ്മുടെ ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.